2026 ഒത്തിരി ചലഞ്ചസ് നിറഞ്ഞ ഒരു വർഷമാണ്. രാഷ്ട്രതലവന്മാർ തമ്മിലുണ്ടാകുന്ന അനൈക്യതകളും യുദ്ധത്തിനുള്ള ആഹ്വാനങ്ങളും സംഭവിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവ് പ്രാർത്ഥനയിൽ വെളിപ്പെടുത്തുവാനിടയായി. ഇതിൻ്റെ മധ്യയിൽ സംഭവിക്കുന്ന ഫിനാൻഷ്യൽ ക്രൈസിസുകൾ, യാത്രകൾ, ഫ്ലൈറ്റ് യാത്രകൾ, പല രാജ്യങ്ങളോടുള്ള ബന്ധത്തിലും മിഡിൽ ഈസ്റ്റ്, ഇസ്രയേൽ, ഇറാൻ, പശ്ചിമ ഏഷ്യയുടെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ, ഫ്ലൈറ്റ് സർവീസുകൾ റദ്ദ് ചെയ്യത്തക്ക നിലയിൽ ഒരു അനിശ്ചിതാവസ്ഥ ഈ ലോകത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. രാജ്യം രാജ്യമതോടും ജാതി ജാതിയോടും എതിർക്കും എന്ന ബൈബിൾ പ്രവചനം വളരെ വേഗത്തിൽ വെരി സൂൺ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഇപ്പോൾ എല്ലാം ശാന്തമാണ്, പക്ഷെ നിങ്ങൾ കാണാൻ പോകും. ഇനി അടുത്ത ന്യൂസ്, ഓൾ ദ ന്യൂസ് ചാനൽസ് ഇതായിരിക്കും. ഇറാൻ ഇസ്രായേൽ സംഘർഷം UAE ഇന്ത്യ വിമാന സർവീസുകളെയും സാരമായി ബാധിച്ചു. കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നഗരങ്ങളിലേക്കുള്ള നിരവധി വിമാനങ്ങൾ വൈകുകയും റദ്ദാക്കുകയും ചെയ്തതോടെ യാത്രക്കാർ ദുരിതത്തിലാണ്. വ്യോമഗതാഗതം താറുമാറായി എന്നുള്ള അവസ്ഥയുണ്ട്. പല വിമാനങ്ങളും, ഗൾഫിലേക്കുള്ള വിമാനങ്ങളും റദ്ദ് ചെയ്തു എന്ന വാർത്ത വിവിധ എയർപോർട്ടുകളിൽ നിന്ന് വരികയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ റദ്ദാക്കിയത്. വിമാനങ്ങളൊക്കെ റദ്ദാക്കുന്നു എന്നുള്ളതാണ്. UAE നിന്നുള്ള വിമാനങ്ങളും റദ്ദാക്കുന്നു. കൊച്ചി ഷാർജ വിമാനം മസ്കറ്റിൽ ഇറക്കി എന്നുള്ള വിവരം വരുന്നുണ്ട്. UAE നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കുന്നു. 2026 വർഷം, ഈ വർഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ലോകത്തിന്, ഭൂമിക്ക്, വേൾഡിന് അത്ര നല്ലൊരു ഇയർ അല്ലിത്. ഒത്തിരി എൻറ്റയർ ദ വേൾഡ് എക്കണോമി, ഫൈനാൻഷ്യൽ മേഖലകൾ, ഒത്തിരി ചലഞ്ചുകൾ വേൾഡ് നേരിടാൻ പോകുന്ന, യുദ്ധങ്ങൾക്കുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാകുന്ന, രാജ്യങ്ങൾ തമ്മിലുള്ള അസാധാരണമായ അനൈക്യതകൾ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇറാൻ, ഇറാഖ്, ഇറാൻ, ഈ രാജ്യങ്ങളോടുള്ള ബന്ധത്തിലും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങൾ, ഈ ഭയങ്കര ഫൈറ്റുകൾ. ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിന് ഞാൻ അതൊരു ഡ്രീമിൽ കണ്ടതാണ്. പുള്ളി സ്വസ്ഥതയില്ലാതെ പുള്ളി അങ്ങ് വലഞ്ഞു പോകുന്ന പോലത്തെ ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക പല കേസുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന്, അമേരിക്ക എന്ന രാജ്യത്തിന് പല വിഷയങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ മേലാത്ത സാഹചര്യത്തിലൂടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഈ 2026 പോകുമെന്ന് ആത്മാവിനോട് ഇടപെടും. A short time ago, the United States military began major combat operations in Iran. യുദ്ധഭീതി ഒഴിയാതെ പശ്ചിമേഷ്യ. അറബിക്കടലിൽ ഇറാന്റെ ഡ്രോൺ അമേരിക്ക വെടിവെച്ചിട്ടു. അമേരിക്കൻ പടക്കപ്പലായ എബ്രഹാം ലിങ്കന് നേരെ എത്തിയ ഡ്രോണാണ് വെടിവെച്ചിട്ടത്. The US is debuting weapons against Iran in the ongoing Operation Epic Fury. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കനക്കുകയാണ്. ഇറാനിലെ അമേരിക്കൻ പൗരന്മാരോട് രാജ്യം വിടാൻ US എംബസി നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ എല്ലാം ശാന്തമാണ്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. വർഷങ്ങളായിട്ട് എല്ലാം ഒരു സമാധാന അന്തരീക്ഷത്തിലാണ് പോകുന്നത്. പക്ഷെ ഇതിനകത്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പോവാണ്. ഈ രാജ്യങ്ങളോടുള്ള ബന്ധത്തിലും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങൾ, ഈ ഭയങ്കര ഫൈറ്റുകൾ, ഇതെല്ലാം ഞാൻ വിഷൻ കാണുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സിനാരിയോസ് ഈ വർഷം വെയിറ്റ് ചെയ്യുന്നു. ഇറാനെതിരെ നീക്കവുമായി അറബ് യൂറോപ്യൻ രാജ്യങ്ങൾ. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയ്ക്കായി കൈകോർക്കാൻ UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലൻഡ്സ്, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ രംഗത്ത് വന്നു. കപ്പലുകളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് സഹായമൊരുക്കാമെന്ന് സംയുക്ത പ്രസ്താവനയും ഇറക്കി. War in the Middle East is no longer just about Iran, Israel and the United States, because now the United Kingdom is in Iran's crosshairs. In a chilling escalation, Iran has issued a direct warning: any British military base used by the United States will be treated as an act of aggression and will be seen as a legitimate target.